CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മെറ്റയ്ക്ക് വീണ്ടും മെയിൽ അയച്ചു. 100-ലേറെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിധിയിലാണ് ഇപ്പോൾ ഉള്ളത്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എന്തായാലും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ശക്തമാക്കുകയാണ്. ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മെറ്റയ്ക്ക് വീണ്ടും മെയിൽ അയച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ശക്തമാവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെറ്റയ്ക്ക് വീണ്ടും മെയിൽ അയച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളെല്ലാം വെച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തും എന്നുള്ള ഒരു കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷം ചാനൽ ഉടമയായിട്ടുള്ള ഷാജഹാനും ഒക്കെയാണ്. പക്ഷേ ഇതിൽ ഇനിയും കൂടുതൽ അറസ്റ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം വിധേയമാകേണ്ടവരുടെ എണ്ണമടക്കം കൂടാനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയായി നമുക്കിതിനെ കാണാനായി കഴിയും. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലിനെല്ലാം തന്നെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം 5ഓളം MLA-മാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP-ക്കും എല്ലാം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇന്നലെ തന്നെ ഈ ഒരു അന്വേഷണ സംഘം മുനമ്പം DYSP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ അന്വേഷണ സംഘം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പേർ ഇക്കാര്യത്തിൽ ഇനിയും MLA-മാർ പരാതി നൽകാനെല്ലാമുള്ള സാധ്യത വളരെ വലുതാണെന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുന്നത്തുനാട് MLA ആയിട്ടുള്ള ശ്രീനിജയൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആര് എന്ന് പറയാതെയുള്ള ഒരു പ്രതികരണമാണ് ഈ ഷാജഹാന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് CPM എറണാകുളം ജില്ലയിലെ CPM MLA എന്ന് പ്രതിപാദിക്കുമ്പോൾ അതിൽ ആരെയും ഉദ്ദേശിക്കാം എന്നുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അപകീർത്തികരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു കുന്നത്തുനാട് MLA അതേപോലെ തന്നെ കൊച്ചി MLA തുടങ്ങി നിരവധി MLA-മാർ ഇക്കാര്യത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനിയും ഇക്കാര്യത്തിൽ MLA-മാർ പരാതിയുമായി വരികയാണെങ്കിൽ കേസ് കുറച്ചുകൂടി ശക്തമാകാനും അന്വേഷണം അറസ്റ്റിലേക്കും എല്ലാം തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം കടക്കാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പോരടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെയും ഈ ഒരു രാഷ്ട്രീയ പോരിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാർന്ന രീതിയിലേക്ക് തന്നെയാണ് ഇന്നലെയും പ്രതികരണങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ വീണ്ടും ഈ KJ ഷൈൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് KJ ഷൈൻ കൃത്യമായി പറഞ്ഞത് നെഹ്റു മകൾക്ക് അയച്ച കത്ത് വായിക്കണം എല്ലാവരും. കാരണം സംസ്കാരം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ ഷൈൻ പ്രതികരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം വളരെയധികം മോശമായി അല്ലെങ്കിൽ പ്രതിപക്ഷം വളരെയധികം മോശമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സംസ്കാരം എന്തെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ നോക്കുന്നത് നല്ലതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ ഒരു KJ ഷൈന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ വീണ്ടും ഇന്നലെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ച സമയത്ത് പ്രതിപക്ഷ നേതാവ് വീണ്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് എന്ത് കാര്യം ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത്, കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത്. ഈ ഒരു പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് ഒരു CPIM ഹാൻഡിലിൽ നിന്നാണ്. എന്തുകൊണ്ട് അതിലേക്ക് അന്വേഷണം പോകുന്നില്ല? എന്തുകൊണ്ട് CPIM അക്കാര്യം അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കേണ്ടത് CPIM ആണ്. അത്തരത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകൾ ഒരു പക്ഷേ അത് ഏറ്റെടുത്തേക്കാം. പക്ഷേ അതിനു മുൻപ് CPIM ഹാൻഡിലിൽ നിന്ന് വന്ന ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണം, ഈ ഒരു വിവാദം ഇത് ഏറ്റെടുത്തത് പിന്നീട് പത്രവും അതോടൊപ്പം ചാനലുകളുമാണ്. പിന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ഹാൻഡിലുകളിലൂടെ വരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് അല്ലെങ്കിൽ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായത്. എന്തായാലും അതിനെ തുടർന്നും വലിയ രീതിയിൽ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വാദപ്രതിവാദങ്ങളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു DYSP ഓഫീസിലെത്തി. മുൻപ് DYSP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ ഒരു DYSP ഓഫീസിലെത്തി ഈ ഒരു ഉണ്ണികൃഷ്ണൻ MLA വൈപ്പിൻ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ MLA ആരോപണ അല്ലെങ്കിൽ ഈ ഒരു അപകീർത്തികരമായ പരാമർശ കേസിലെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ MLA-ക്ക് കൂടിയാണ് ആരോപണമുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ MLA-യുടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ മുനമ്പം DYSP ഓഫീസിലെത്തിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ MLA ഇക്കാര്യത്തിൽ മൊഴി നൽകുന്നത്. MLA-യും കൃത്യമായി പറഞ്ഞൊരു കാര്യം കോൺഗ്രസിന്റെ ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ അവരാണ് ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ഈ ഒരു അധിക്ഷേപം ഉണ്ടാക്കിയത്. എന്നാൽ അത് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് പുറത്തുപോയി എന്ന് അറിഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ സംസ്ഥാന ഈ ഒരു സർക്കാർ ഒന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന നേതൃത്വമോ ഒന്നും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു
കൃത്യമായ നടപടി എടുക്കാത്തതും ഇക്കാര്യം അറിഞ്ഞിട്ട് വിലക്ക് പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കാത്തതും അവഗണിക്കാത്തതും ഒക്കെ വളരെയധികം സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ MLA പറയുകയുണ്ടായത്. എന്തായാലും ഇന്ന് ഷാജഹാന്റെയും അതോടൊപ്പം തന്നെ ഈ ഗോപാലകൃഷ്ണന്റെയും ഒക്കെ മൊഴിയെടുക്കാനുള്ള സാധ്യതയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ശരി വിജിത, വ്യക്തമാണ്. മറ്റൊരു